നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പരിതാപകരം സാന്റോസ്. അതേ പറയാനുള്ളൂ. കോപ്പ ഡു ബ്രസീലിൽ റമോയോട് ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ് സാന്റോസ്. ജയിക്കേണ്ട ഒരു കളി അതാണ് ഇങ്ങനെ നശിപ്പിച്ചിരിക്കുന്നത്. കാബി ഗോൾ എന്ത് അവസരങ്ങളാണ് അദ്ദേഹം നഷ്ടപ്പെടുത്തിയത്. എത്ര ഈസിയിൽ കൺവേർട്ട് ചെയ്യേണ്ട അവസരങ്ങൾ. ഏതായാലും ഗബ്രിയേൽ ബൊണ്ടംബോ കളിക്ക് ശേഷം പറയുന്ന വാക്കുകളെല്ലാം ഉണ്ട്. ഞങ്ങൾ വളരെയധികം ദേഷ്യത്തിലാണ് കളിക്കളം വിടുന്നത്. ഈ മത്സരം ഞങ്ങൾ വിജയിക്കേണ്ട ഒന്നായിരുന്നു. എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത് എന്ന്. ഞങ്ങൾ അവസരങ്ങൾ ഉണ്ടാക്കി, പക്ഷെ ഞങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് ഇവിടെ വിടുന്നത്. പക്ഷേ ഇനി രണ്ടാം പാദത്തിൽ ഞങ്ങൾ തിരിച്ചു വരും, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ഞങ്ങൾ ഇവിടെ വിജയിച്ചില്ല, പക്ഷെ ഞങ്ങൾ തോറ്റിട്ടുമില്ല എന്നുള്ളതാണ് ആശ്വാസം എന്നാണ് ബൊണ്ടംബോ പറഞ്ഞത്. തോറ്റിട്ടില്ല എന്നുള്ളത് ആശ്വസിക്കാനുള്ള വകയൊന്നുമില്ല. കാരണം എന്തായാലും ജയിക്കേണ്ട ഒരു കളിയാണ്. എന്ത് സംഭവിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്താ സംഭവിച്ചത് നമുക്ക് നന്നായിട്ട് കളി കണ്ടാൽ മനസ്സിലാവും. വളരെ മോശമായിട്ടുള്ള പ്രകടനമാണ് പ്രത്യേകിച്ച് ഫൈനൽ തേർഡിൽ സാന്റോസ് പുറത്തെടുത്തത്. ഫസ്റ്റ് ഹാഫ് വളരെ മോശമായിരുന്നു. സെക്കൻഡ് ഹാഫ് അതിനേക്കാൾ വേസ്റ്റ് ആകുന്ന അവസ്ഥ. ഗാബിഗോളൊക്കെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നു. റോങ് ലൈനപ്പാണ് കൂക്ക തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻസും മോശമായിരുന്നു. കാബികളുടെ ബിസാറ് മിസ്സിനെ കുറിച്ച് എന്ത് പറയണം. കൂടാതെ റഫറിങ് പ്രശ്നമുണ്ട്. കൂടി പ്രശ്നമുണ്ട്, അതുകൂടി പറയണം. റിക്കാർഡോ അനാനിയാസിനെ എൽബോ ചെയ്തു. അത് റെഡ് കാർഡ് ഇഷ്യൂ ആണ്. വാറോ ഒന്നും ചെക്ക് ചെയ്തില്ല. അത് റെഡ് കാർഡ് ഇഷ്യൂ ആണ്. പക്ഷേ അത് റഫറി ശ്രദ്ധിച്ചില്ല. ദെൻ ഒടുവിൽ സാന്റോസ് സ്വയം വിജയമില്ലാതെ മടങ്ങുമ്പോൾ സ്വന്തം കാണികൾ അവരെ കൂവി വിളിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയും ചെയ്തു. മത്സരത്തിൽ സാന്റോസിൻ്റെ ആദ്യ 11-ൽ നെയ്മർ ജൂനിയർ ഉണ്ടായിരുന്നു. നെയ്മറും ഗാബിഗോളും വഴിയിലും ബൊണ്ടംബോയും ഒക്കെ ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. നെയ്മർ മോശമല്ലാത്ത കളി കളിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയണം. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ 3 കീ പാസുകൾ അദ്ദേഹം കൊടുത്തു. 64 ടച്ചസ് ആണ് അദ്ദേഹം നടത്തിയത്. 4 ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു. എതിരാളികൾ അദ്ദേഹത്തെ 3 തവണ ഫൗൾ ചെയ്തിട്ടുണ്ട്. എന്നാലും നെയ്മർക്ക് 7 റേറ്റിംഗ് സോഫാസ്കോ.com കൊടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.